മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന കാര്യം പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുത്തേണ്ടവയുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകും. വർഗീയ തീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് അടിയുറച്ച രാഷ്ട്രീയ നിലപാടാണ് LDF ഉയർത്തിപ്പിടിച്ചത്. ഒരു പരാജയത്തിൽ ഒതുങ്ങുന്നതല്ല ഈ പോരാട്ടമെന്നും MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. UDFന്റെ വർഗീയ കൂട്ടുകെട്ട് ദൂരവ്യാപക പ്രത്യാഘാതം എന്ന തലക്കെട്ടിലാണ് ലേഖനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്തെ UDF ധാരണയുണ്ട്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയാണ്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പാണ് RSS എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പോലും വിജയിച്ചത് മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പിന്റെ വോട്ട് വാങ്ങിയാണ്. ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഉണ്ടാക്കുന്ന പരുക്ക് ചെറുതല്ലെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. നിലമ്പൂരിൽ വലിയ തോതിൽ BJP വോട്ടും SDPA വോട്ടുകളും UDFന് ലഭിച്ചു. LDF തുടർഭരണത്തിന് ഇനി സാധ്യതയില്ലെന്ന വിലയിരുത്തലിന് വസ്തുതകളുമായി ബന്ധമില്ല. ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഭരണവിരുദ്ധ ആഖ്യാനം സൃഷ്ടിക്കാൻ കേരളങ്ങൾ നീക്കിവെച്ച മാധ്യമങ്ങളുടെ റിപ്പോർട്ടും മുഖ്യ പ്രസംഗവും വായിച്ചാൽ ഭരണവിരുദ്ധ വികാരമെന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചീട്ടുകൊട്ടാരമാണെന്ന് വ്യക്തമാകും എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാതൃഭൂമി, മലയാള മനോരമ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രങ്ങളുടെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.